കണ്ണൂർ ഇരിട്ടി വാണിയപ്പാറയിലെ ഉണ്ണി മിശിഹ പള്ളിയിലെ 38 നമ്പർ കല്ലറയിൽ പായിൽ പൊതിഞ്ഞ നിലയിൽ വസ്തു കണ്ടെത്തിയ സംഭവത്തിൽ വീണ്ടും ആശയക്കുഴപ്പം. കല്ലറയുടെ നമ്പർ മാറിയതാണ് സംശയങ്ങൾക്ക് കാരണമായതെന്നും ദുരൂഹതയില്ല എന്നുമാണ് കരിക്കോട്ടക്കാരി പോലീസ് പറയുന്നത്. എന്നാൽ ദുരൂഹത നീങ്ങിയിട്ടില്ലെന്നും കല്ലറ തുറന്നു പരിശോധിക്കണമെന്നും പള്ളി വികാരി ആവശ്യപ്പെട്ടു. നിയമപരമായി മുന്നോട്ടു പോകണമെന്നാണ് സഭയുടെ നിലപാടെന്നും അദ്ദേഹം വ്യക്തമാക്കി. സഭയുടെ നിലപാട് ആദ്യമേ അതിൻ്റെ വഴിക്ക് നീങ്ങണം, നിയമപരമായിട്ട് നീങ്ങണം എന്ന് മാത്രമേ ഉള്ളൂ. നിയമപരമായിട്ട് എന്താണോ അത് ചെയ്യേണ്ടത് ചെയ്യുക. ഇനിയിപ്പം നമുക്ക് തുറന്നു നോക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ നിലപാട്. ഇത് അവിടെ അടക്കം ചെയ്തു എന്ന് പറഞ്ഞാൽ ബന്ധുക്കൾ വന്നിട്ട് ഇത് ചൂണ്ടിക്കാണിച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതിൽ കൺവിൻസ്ഡ് അല്ലേ? ഇപ്പോൾ അത് കൺവിൻസ്ഡ് ആണ്. പക്ഷെ അത് മാത്രം പോരാ, അത് പോരാ. കാരണം 2006 2015 വന്നു. ഞങ്ങൾക്ക് 2 കോടി എങ്ങനെയും വരത്തില്ല എന്നുള്ള ഞങ്ങൾക്ക് അതാണ് ഞങ്ങളുടെ ഉറപ്പ്, അതാണ് ഞങ്ങളുടെ സംശയവും. ഇനി അതൊന്നും അല്ലെങ്കിൽ ഓക്കെ, അതിന് തുറന്നു തന്നെ അത് തെളിയണം, അതിനകത്തൊരു ക്ലാരിറ്റി ഉണ്ടാവണം അല്ലേ? അത് തുറന്നു തന്നെ തെളിയണം, അതിൻ്റെ ക്ലാരിറ്റി കിട്ടണം. പഴയ കല്ലറ 23 നമ്പർ കല്ലറയാണ് ഈ 2 ബോഡി വെച്ചിരുന്നത്. ഇപ്പോഴതിൻ്റെ നമ്പറാണ് 38. അതിനകത്ത് ഇപ്പോൾ യാതൊരു സംശയമില്ല. 2 ആൾക്കാരും ആ കല്ലറ തിരിച്ചറിഞ്ഞതും അവരുടെ ബന്ധുക്കളെ അടക്കിയ കല്ലറകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ട്, അല്ലെങ്കിൽ നിന്ന് ഇനി പരാതി വരികയാണെങ്കിൽ അത് എക്സിബിഷൻ നടത്തിയിട്ട് വീണ്ടും അടിയനെ പരിശോധന നടത്തി സംശയ നിവാരണം നടത്തുന്നതാണ്. അതിന് പരാതി FIR ഇടുന്നതിനനുസരിച്ചുള്ള പരാതി വാങ്ങിച്ച് FIR ഇട്ടതിന് ശേഷം എക്സിബിഷൻ നടത്തി അതിൻ്റെ സംശയ നിവാരണം നടത്തുന്നതാണ്. പോലീസിന് ഇപ്പോൾ ഇതിൽ ദുരൂഹത മാറിയത് എങ്ങനെയാണ് സാർ? ആ 2 ബോഡിയും വെച്ച് ആൾക്കാരെ കണ്ടെത്തി. ആ കല്ലറേൻ്റെ നമ്പർ മാറിപ്പോയതാണ് ഈ ഇങ്ങനെ ഒരു നടപടിക്ക് ആധാരം വന്നത്. അപ്പോൾ ആ 2 കല്ലറയിലും ആ കല്ലറയിൽ വെച്ച് 2 ആൾക്കാരുടെ ബന്ധുക്കളെയും കണ്ടെത്തി പോലീസ് പള്ളിയുടെ അധികാരികളുടെ സഹായത്തോടെ. KV ബൈജു ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ബൈജു, ഒരു കല്ലറയിൽ എങ്ങനെ 2 മൃതദേഹം എന്ന ചോദ്യം സംശയം ഉദിക്കുന്നത് തന്നെയാണ്. അത് സ്വാഭാവികമായൊരു സംശയം തന്നെയാണ്. എന്താണ് പോലീസ് ഇതിൽ കണ്ടെത്തിയിരിക്കുന്ന ഉത്തരം? നവമി, ഇപ്പോഴും ഈ സംഭവത്തിൽ ആശയക്കുഴപ്പം തുടരുന്നു എന്ന് വേണം പറയാൻ. അതാണ് പോലീസ് പറയുന്നതും പള്ളി വികാരി പറയുന്നത് രണ്ടായാണ് ഇപ്പോൾ കാണുന്നത്. അതായത് ഒരു കല്ലറയിൽ എങ്ങനെയാണ് 2 മൃതദേഹങ്ങൾ വരിക? അതാണ് പള്ളി വികാരി അല്ലെങ്കിൽ ഈ ഇടവക അംഗങ്ങളൊക്കെ ചോദിക്കുന്നത്. നമ്പർ മാറി എന്ന സാങ്കേതികത്വമാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. അതായത് 38 നമ്പർ ഈ കല്ലറയിലാണ് ഇത്തരത്തിൽ ഒരു മൃതദേഹം അടക്കിയിരുന്നു. അതിന് തൊട്ട് സമീപത്തായി പ്ലാസ്റ്റിക് പായിൽ പൊതിഞ്ഞ നിലയിൽ ഏകദേശം ഒരു പുരുഷന്റേതോ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റേതോ തോന്നിപ്പിക്കുന്ന അത്ര നീളത്തിലൊക്കെയുള്ള ഒരു മൃതദേഹത്തിനോട് സാമ്യമുള്ള ഒരു വസ്തു കണ്ടെത്തുന്നത്. എന്നാണ് ഇത് പുറത്തേക്കെടുത്ത് പരിശോധിക്കുന്നതിൽ ഇത്ര ഒരു താമസം എന്നതാണ് ഏറ്റവും പ്രധാനം. കാരണം ഇത് 7 ദിവസമായിരിക്കുന്നു. 7 ദിവസം മുൻപാണ് ഇങ്ങനെ ഒരു മൃതദേഹം അടക്കം ചെയ്യാൻ 38 നമ്പർ കല്ലറ കൊടുക്കുന്നു. ആ കല്ലറ തുറക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെ മൃതദേഹത്തോടൊപ്പം തന്നെ സമാനമായ രീതിയിൽ പ്ലാസ്റ്റിക് പായിൽ പൊതിഞ്ഞ് ഇത്തരത്തിലുള്ള ഒരു വസ്തു കൂടി കാണുന്നു. അങ്ങനെ അത് വലിയ തോതിൽ അതിന്റെ ഫോട്ടോ അവർ അന്നെടുത്തത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ വ്യാപകമായി പ്രചരിക്കുന്നു. അപ്പോഴും ആർക്കും ഒരു അനക്കവും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇത് വലിയ ചർച്ചയായതോടുകൂടിയാണ് പോലീസിൽ, അതായത് രേഖാപ്രകാരം ഇതുവരെ ഇതിൽ പരാതി നൽകിയിട്ടില്ല എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. നവമി, പല സംശയങ്ങളും ഇതിൽ ഉയരുന്നുണ്ട്. അത് ഇടവക അംഗങ്ങൾ തന്നെ ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം ഫാദർ പറയുന്നത് അത് ക്ലാരിറ്റിയാണ്. കാരണം ഇത് എന്താണ് ഈ വസ്തു, അല്ലെങ്കിൽ ഇത് തുറന്ന് പരിശോധിക്കുന്നതിന് എന്താണ് ഇത്ര താമസം? പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇതിലൊരു ഉരുണ്ട കളി പോലെ പലപ്പോഴും തോന്നുന്നുണ്ട്. പലപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒഴിഞ്ഞു മാറുന്ന സാഹചര്യമൊക്കെ പോലീസിന്റെ ഭാഗത്തുണ്ട്. ഇതിൽ ദുരൂഹത മാറ്റണമെന്ന് തന്നെയാണ് പള്ളി വികാരി പറയുന്നത്. അതോടൊപ്പം ഈ ഇടവക അംഗങ്ങളൊക്കെ പറയുന്നത്. അത് കഴിഞ്ഞ ദിവസം തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. അതായത് ക്രിസ്ത്യൻ ആചാരപ്രകാരം ഒരു കാരണവശാലും ഇങ്ങനെ പ്ലാസ്റ്റിക് പായൽ പൊതിഞ്ഞൊന്നും മൃതദേഹം സംസ്കരിക്കുന്ന ഒരു പതിവില്ല. അങ്ങനെ ഒരു കൃത്യമായി സഭാ ചട്ടപ്രകാരം തന്നെ പ്രോട്ടോകോൾ പാലിച്ച്, ഹരിത പ്രോട്ടോകോളൊക്കെ പാലിച്ച് അങ്ങനെയാണ് മൃതദേഹം സംസ്കരിക്കുന്നത്. അതിലൊരു ബഹുമാനം വേണം. പക്ഷേ ഇത് ഈ ഫോട്ടോ കണ്ടാൽ നമുക്കറിയാം അതൊരു പ്ലാസ്റ്റിക് പായലൊരു തള്ളിയ രീതിയിൽ, ഈ കല്ലറയിൽ മൃതദേഹം ഒക്കെ തള്ളുന്ന രീതിയിലാണ് അത് ഉള്ളത്. അതുകൊണ്ടാണ് വലിയ സംശയമുള്ളത്. നവമി, മറ്റൊരു പ്രധാനപ്പെട്ട വിവരം നമുക്ക് ലഭിക്കുന്നത്, അത് ഇപ്പോൾ ഈ കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ലെങ്കിലും 2015, അതായത് 2015 ഏറ്റവും അവസാനമായി 38 നമ്പർ എന്ന് പറയുന്ന ഈ കല്ലറയിൽ മൃതദേഹം സംസ്കരിച്ചത്. അതിന്റെ ആള് ജെയിംസ് എന്ന് പറയുന്ന ആളാണ് മരിച്ചത്. അവരുടെ ബന്ധുക്കളെ കല്ലറ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 2015 മുതൽ കോഴിക്കോട് സ്വദേശിയായ ഈ ഇടവകയിൽ വിവാഹം കഴിച്ച ഒരാളെ കാണാതായിട്ടുണ്ട്. ഇയാൾ എവിടെ പോയി എന്ന് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല.
അറിയിച്ചിട്ടില്ല. പോലീസിൽ ഇത് സംബന്ധിച്ച് അന്ന് പരാതി നൽകിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് 2015 ഇവിടെ വിവാഹം കഴിഞ്ഞ് ഈ ഇടവകയിലെത്തിയ ആളാണ്. ഇയാൾക്ക് എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തതയില്ല. ഒരു പക്ഷേ അത്തരം കേസുകളൊക്കെ റീ ഓപ്പൺ ചെയ്യേണ്ടി വരുന്നതുകൊണ്ട് അല്ലെങ്കിൽ അത് നൂലാമാലയൊക്കെ ഉള്ളതുകൊണ്ടാണോ പോലീസ് ഇതിൽ പിന്നോട്ട് പോകുന്നതെന്ന് അറിയില്ല. ഇതിൽ കൃത്യമായി ഇതിൽ DNA ഇനിയിപ്പോൾ ഇത് ഈ പായ തുറന്ന് ഇതിനകത്ത് മൃതദേഹമാണെങ്കിൽ അതിന്റെ DNA പരിശോധന നടത്തേണ്ടി വരും. അങ്ങനെ സാങ്കേതികമായ ഒരുപാട് നടപടികൾ ഇനി പൂർത്തീകരിക്കേണ്ടി വരും. അതോടൊപ്പം RDOയുടെ സാന്നിധ്യം കൂടി വേണം ഇങ്ങനെ മൃതദേഹം പുറത്തെടുക്കണമെങ്കിൽ. പക്ഷേ ഈ ദുരൂഹത മാറ്റണമെന്ന ആവശ്യമാണ് പള്ളി വികാരി അതോടൊപ്പം സഭാ ഈ അംഗങ്ങളൊക്കെ പറയുന്നത്. ഏതായാലും നാളെ വളരെ പ്രധാനപ്പെട്ട ഒരു യോഗം ചേരുന്നുണ്ട്. ഈ ഇടവകയിലെ അംഗങ്ങളും അതിന്റെ ഭാരവാഹികളും പള്ളി കമ്മിറ്റി മറ്റു ഭാരവാഹികളും ഒക്കെ ചേർന്നുള്ള ഒരു യോഗമാണ്. ആ യോഗത്തിൽ ഇതിൽ കൃത്യമായ ഒരു നിലപാടെടുക്കും. പോലീസ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പറയുന്നത് പരാതി നൽകുകയാണെങ്കിൽ FIR രജിസ്റ്റർ ചെയ്ത് അത്തരം നടപടികൾക്ക് കടക്കാം. അങ്ങനെയാണ് ഇപ്പോൾ പോലീസിന്റെ നിലപാട്. നിലവിൽ പോലീസ് പറയുന്നത് ഇതിൽ ദുരൂഹതയൊന്നുമില്ല. ഇത് നമ്പർ മാറിയതുമായി ബന്ധപ്പെട്ട്, അതായത് 23 നമ്പർ ആയിരുന്നു നേരത്തെ ഈ 38 എന്ന് പറയുന്ന കല്ലറ, അവിടെയായിരുന്നു 2015 അടക്കിയത്. അതിന്റെ നമ്പർ 2019 പറയുന്നു, മാറ്റിയിരുന്നു. അങ്ങനെ ഇത് 38 നമ്പർ കല്ലറയായി മാറുകയായിരുന്നു. ഇതൊരു പൊതു ഇത്തരത്തിലുള്ള സംസ്കരിക്കുന്ന സ്ഥലമാണ്. അത് കുടുംബ ഇതൊക്കെ ഓരോ ഭാഗത്തുണ്ട്. ഇത് കൃത്യമായി ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പള്ളിയുമായി അടുത്ത് നിൽക്കുന്ന ആൾക്കല്ലാതെ ഈ ഒരു കല്ലറയിലേക്ക് എത്താനോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വസ്തു ഇതിലേക്ക് നിക്ഷേപിക്കാനോ ഒന്നും സാധിക്കില്ല. അങ്ങനെയാണ് ഇതിന്റെ ഒരു ഘടനയുള്ളത് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട്. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ, സംശയങ്ങൾ ഇതിൽ ഉയരുന്നുണ്ട്. കാരണം ഇതിപ്പോൾ 7 ദിവസമായി ഇതിൽ ഈ ഒരു പള്ളിയുമായി ബന്ധപ്പെട്ട് ഒരു മൃതദേഹത്തിനൊപ്പം മറ്റൊരു മൃതദേഹത്തിന് സാമ്യമായുള്ള വസ്തു കണ്ടെത്തിയെന്ന വാർത്ത പ്രചരിക്കുന്നു. നമ്മൾ തന്നെ കഴിഞ്ഞ 2-3 ദിവസമായി ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോഴും പോലീസ് ഒരിക്കൽ പറയുന്നു ദുരൂഹതയൊന്നുമില്ല, ഇനി ഇതിൽ മറ്റ് കാര്യങ്ങളൊന്നുമില്ല, ഇത് അവസാനിച്ചു എന്നാണ്. പക്ഷെ അതിന് തൊട്ടു പിന്നാലെയാണ് ഇതിന്റെ പള്ളി വികാരി രംഗത്ത് വരുന്നതും ഇതിൽ ദുരൂഹതയുണ്ട്, ഇതിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും, നമുക്കിതിലൊരു വ്യക്തത വേണം എന്ന ഒരു കാര്യം പള്ളി വികാരി വ്യക്തമാക്കുന്നത്. എന്തായാലും അത് അവർ പറയുന്നത് അതിൽ കൃത്യമാണ്. കാരണം ഇങ്ങനെ ഒരു വസ്തു കണ്ട് അത് പിന്നീട് അത് വലിയ തോതിലുള്ള ഒരു ആരോപണത്തിലേക്കോ പരാതിയിലേക്കോ വരാതെ ഇപ്പോൾ തന്നെ ആ ഒരു വസ്തു പുറത്തേക്കെടുത്ത് അതിനകത്ത് എന്താണ് എന്ന് നോക്കുക. അത് മൃതദേഹമാണെങ്കിൽ അതിൽ കൃത്യമായ ഒരു DNA പരിശോധന ഉൾപ്പെടെ നടത്തി ഈ ജെയിംസ് എന്ന് പറയുന്ന ആളുടെ മൃതദേഹം ഇതിൽ അടക്കിയിട്ടുണ്ട്. പിന്നീട് 2006 ഇതേ ഒരു കല്ലറയിൽ മൃതദേഹം സംസ്കരിച്ചത്. 2006 ശേഷം 2015 അങ്ങനെ ഇത്രയും വലിയൊരു ഗ്യാപ്പ്, ഇത്രയും വലിയ ഇടവേള ഉണ്ടായിട്ടും ഇതിൽ എങ്ങനെയാണ് ഈ മൃതദേഹം, ഫോട്ടോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇത് 7 ദിവസം മുന്നേ എടുത്ത ഒരു ഫോട്ടോ ആണ്. ആ ഫോട്ടോയിൽ വലിയ 10 വർഷത്തേന്നും പഴക്കം അതിൽ ആ ഒരു മൃതദേഹത്തിന് അല്ലെങ്കിൽ അങ്ങനെ ഒരു വസ്തുവിന് കാണുന്നില്ല. അപ്പോൾ എന്താണ് ഇതിൽ സംഭവിച്ചത്? മറ്റെന്തെങ്കിലും സംശയകരമായ സംഭവങ്ങൾ ഈ ഒരു ഇടവകയിൽ അല്ലെങ്കിൽ ഈ ഒരു സെമിത്തേരിയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടോ എന്നതും വളരെ പ്രധാനമാണ്. കാണാതായ മറ്റു ആളുകളെ കുറിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. നിലവിൽ ഇങ്ങനെ ഒരു വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. അവിടെ നിന്നും ഒരാളെ കാണാതായിട്ടുണ്ട്. ദുരൂഹ സാഹചര്യത്തിലാണ് കാണാതായിട്ടുള്ളത്. 2015 ശേഷമാണ് കാണാതായതെന്നും പറയുന്നുണ്ട്. അക്കാര്യത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടും ഒരു തുടരന്വേഷണം ഉണ്ടായിട്ടില്ല. ഇതിലെന്താണ് പോലീസിന് ഇത്ര മറച്ചുവെക്കാനുള്ളത്? പലപ്പോഴും വാർത്തകൾക്കായി പോലീസുമായി ബന്ധപ്പെടുമ്പോൾ പോലും അവർക്ക് വലിയ തോതിൽ ഇതിലൊരു മറുപടി പറയാൻ പോലും അവർ തയ്യാറാത്ത സാഹചര്യമുണ്ട്. എന്തൊക്കെയോ ദുരൂഹതകൾ ഇതിൽ ഉണ്ട് എന്ന് പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ 2 ദിവസമായി ഇത് റിപ്പോർട്ട് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ നിരന്തരം പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ബന്ധപ്പെടുമ്പോൾ ഇവരുടെ ഭാഗത്തു നിന്ന് സമീപനം വളരെ മോശമായ സമീപനമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കേസിൽ പലപ്പോഴും പോലീസ് വലിയ തോതിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മോട് സഹകരിക്കാറുണ്ട്, അവർ കാര്യങ്ങൾ പറയാറുണ്ട്. ഈ നമുക്ക് ആ ബൈറ്റ് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും അവർ സംസാരിക്കുന്ന രീതി. പരാതി വന്നോട്ടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു മൃതദേഹം ഉണ്ട് എന്ന് വലിയ തോതിൽ നാട്ടിൽ പ്രചരിക്കുന്നു. എന്തുകൊണ്ട് അതിലൊരു വ്യക്തത വരുത്തിക്കൂടാ? ഒരു മുൻകൈ പോലീസിന്റെ ഭാഗത്ത് നിന്ന് എടുത്തുകൂടാ എന്ന ചോദ്യമാണ് ഉയരുന്നത്. അങ്ങനെ ആരെങ്കിലും കാണാതായിട്ട് അവരെ ഏതെങ്കിലും തരത്തിൽ അവരുടെ DNA അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ അത് വലിയൊരു സംഭവത്തിലേക്ക് ഈ ഒരു ചുരുളയുന്ന കാര്യങ്ങളിലേക്ക് ഇത് പോകും. ഇനി അതല്ല, ഇത് മൃതദേഹമല്ല മറ്റെന്തെങ്കിലും വസ്തുക്കളാണെങ്കിൽ അത് ഈ ഒരു വിവാദം അവിടെ അവസാനിക്കും, ഈ ദുരൂഹത അവിടെ അവസാനിക്കും. അങ്ങനെ ഈ ദുരൂഹത അവസാനിപ്പിക്കേണ്ടതിന് പകരം സാങ്കേതികമായി ഈ ഒരു ജെയിംസ് എന്ന് പറയുന്ന 2015 മരിച്ച അദ്ദേഹത്തിന്റെ ഭാര്യ അവിടെ എത്തി കല്ലറ ചൂണ്ടിക്കാട്ടി, 38 നമ്പർ കല്ലറ ചൂണ്ടിക്കാട്ടി അവിടെയാണ് സംസ്കരിച്ചെന്ന് പറയുന്നു. 2015 ഓർക്കണം. അതിനുശേഷം ഇപ്പോൾ 2026 എത്തി നിൽക്കുമ്പോൾ അവിടെ വലിയ പഴക്കമില്ലാതെ അല്ലെങ്കിൽ ഇതിന് ഒരേ കല്ലറയിൽ തന്നെ ഒരു മൃതദേഹം എങ്ങനെ വന്നു എന്ന ചോദ്യമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്രിസ്ത്യൻ ആചാരപ്രകാരം ഒരു തരത്തിലും ഇത്തരത്തിൽ ഒരു അശാസ്ത്രീയമായ രീതിയിൽ ഒരു സംസ്കാരം നടത്താറില്ല. പ്രത്യേകിച്ച് ഇത് സെമിത്തേരി പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന, പള്ളിയുടെ അണ്ടർഗ്രൗണ്ട് എന്നൊക്കെ പറയാം, അങ്ങനെയുള്ള സ്ഥലത്താണ് സെമിത്തേരി ഉള്ളത്. ആർക്കെങ്കിലും
ആർക്കെങ്കിലും കടന്നു ചെല്ലാനോ പുറത്തു നിന്നും ഏതെങ്കിലും വസ്തു എടുത്ത് ഇതിനകത്ത് ഇടാനോ ഒന്നും സാധിക്കില്ല. ഈ പള്ളിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പള്ളിയിൽ അടുത്ത് കളിക്കുന്ന ആളുകൾക്ക് മാത്രമേ ആ സെമിത്തേരിയുടെ വാതിൽ തുറക്കാൻ പറ്റൂ, അതിനകത്ത് കയറാൻ പറ്റൂ, അല്ലെങ്കിൽ ഇങ്ങനെ മൃതദേഹം അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തു. ബൈജു പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. കാരണം ഇപ്പോൾ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ 2015 ആ പ്രദേശത്ത് നിന്നും ദുരൂഹ സാഹചര്യത്തിൽ ഒരു യുവാവിനെ കാണാതെ പോകുന്നു എന്ന് പറയുന്നു. പക്ഷെ പോലീസ് അതിൽ പ്രത്യേകിച്ച് അന്വേഷണം ഒന്നും നടത്തുന്നില്ല. ഇപ്പോൾ ഇങ്ങനെ ഒരു കല്ലറയിൽ ഇത്തരത്തിലുള്ളൊരു സംശയം വരുമ്പോൾ പോലും പോലീസിന്റെ മറുപടിയിൽ ഇപ്പോൾ നമ്മൾ മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ പോലീസിനോട് അത് ചോദിക്കുമ്പോൾ അത് പറയേണ്ട ഒരു ഉത്തരവാദിത്തം അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു മറുപടി നൽകണം. ബൈജുവിനോട് പോലും അത്തരത്തിൽ പോലീസ് കൃത്യമായി ആശയവിനിമയം നടത്തുന്നില്ല. അതോടൊപ്പം തന്നെ പള്ളിയിൽ നിന്ന് പോലും ഇതിലൊരു കൃത്യമായ അന്വേഷണം വേണമെന്ന് പറയുന്നു. അപ്പോൾ പോലീസിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഒളിച്ചുകളി ഈ കേസിൽ ഉണ്ട് എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായും അത്തരത്തിലൊക്കെ സംശയിക്കപ്പെടുന്ന കുറേ സാഹചര്യങ്ങളാണ് ഈ ഒരു കേസുമായി ഇതിന്റെ പിറകെ പോകുമ്പോൾ അല്ലെങ്കിൽ ഇതിന്റെ വിവരങ്ങൾ ശേഖരിക്കാൻ പോകുമ്പോൾ നമുക്കൊക്കെ ഫീൽ ചെയ്യുന്നത്. കാരണം ഒരുപാട് ഇത്തരം കുറ്റകൃത്യങ്ങളുമായി പെട്ട വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ പോലീസിൽ ഇതിൽ ഒരു വ്യക്തത നമ്മൾ പലപ്പോഴും വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇതിനോട് മറുപടി പറയുന്നത് വളരെ മോശമായ രീതിയിലാണ് പോലീസ് പ്രതികരിക്കുന്നത്. ഒരു പക്ഷേ ഈ 2026 പോലീസും അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരും നല്ല സൗഹൃദമാണ്. ഏത് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു കഴിഞ്ഞാലും അവരൊക്കെ വാർത്തകൾ നൽകുകയും ഇതിൽ കൃത്യമായ വിവരങ്ങൾ, കാരണം ജനങ്ങൾക്ക് കാരണം ഇതൊരു വലിയ പ്രശ്നമാണ്. ഒരു ഇടവക ആകെ ഒരു ആശങ്കയിലായി നിൽക്കുന്ന ഒരു വളരെ ഗൗരവത്തിലെടുക്കുന്ന ഒരു കേസിൽ പോലും പോലീസിന് ഇങ്ങനെ ഒരു നിലപാട് തുടരുന്നത് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കില്ല. നമുക്കറിയാം, ഒരു മൃതദേഹം അല്ലെങ്കിൽ അങ്ങനെ ഒരു വസ്തു ഏതെങ്കിലും ഒരു സ്വകാര്യ വ്യക്തിയുടെ വളപ്പിലോ മറ്റോ ഉണ്ടെന്ന് തോന്നിയാൽ പോലീസ് സ്വമേധയാ കയറി ചാടി അത് പരിശോധിക്കുകയും അതിൽ അത്തരം ഒരുപാട് കേസുകൾ പരിശോധിച്ച് കാണാം. അങ്ങനെ മനുഷ്യന്റെ അസ്ഥികളൊക്കെ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൽ ഒരു മൃതദേഹമാണെന്ന് ഒരു സംശയം കൃത്യമായി ഇപ്പോഴും പള്ളി വികാരി ഉൾപ്പെടെ പറയുന്നുണ്ട്. ഈ ഇപ്പോഴുള്ള പള്ളി വികാരി ഈ അടുത്ത് വന്നതാണ്, 2015 ഇതിൽ ഈ ഒരു കല്ലറ അവസാനമായി തുറന്നതെന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിവല്ല. കാരണം ഈ പള്ളിയുമായി ബന്ധപ്പെട്ടും സ്ഥിരമായി അവിടെ ആളുകൾ ഉണ്ടാകാറുമില്ല. ഒരു പക്ഷേ ഇതിനടുത്ത് കളിക്കുന്ന പള്ളിയുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെ ആയിരിക്കാം അങ്ങനെ ഒരു വസ്തു അവിടെ കൊണ്ടിട്ടെന്നാണ് പറയുന്നത്. അല്ലാതെ പുറത്തുനിന്ന് ആർക്കെങ്കിലും അവിടെ അത്തരം വസ്തുക്കളൊന്നും വിടാൻ പറ്റില്ല. പക്ഷെ പോലീസ് എന്തിനാണ് ഇതിൽ ഏറ്റവും ഒടുവിലായി ഇപ്പോൾ പോലീസ് പറയുന്നത് അത് ദുരൂഹതകളെല്ലാം നീങ്ങി. ഇന്നലെ രാത്രിയോടുകൂടി പരിശോധന നടത്തി. അതായത് ഈ ഒരു വസ്തു പുറത്തേക്കെടുക്കാതെയാണ് പോലീസ് ഇത് പറയുന്നത്. അതായത് സാങ്കേതികമായി 38ഉം അത് 23ഉം തമ്മിൽ മാറിയതാണ്. 2006 2015 മൃതദേഹമാണ് അത് രണ്ടും എന്നാണ് പറയുന്നത്. എത്രത്തോളം പഴക്കമുള്ളതാണെന്ന് ഓർക്കണം. 2006 2015 മൃതദേഹമാകാം, പ്ലാസ്റ്റിക് ചാക്കിൽ ഇത്തരത്തിൽ കെട്ടി ഇവിടെ കാണുന്നു എന്നാണ് പറയുന്നത്. അത്രത്തോളം കാലം ഈ മൃതദേഹം അങ്ങനെ തന്നെ കിടക്കുമെന്ന ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതെല്ലാം സംശയം തീർക്കാൻ നിയമപരമായി തന്നെ മുന്നോട്ട് പോയി ആ ഒരു വസ്തു പുറത്തേക്കെടുത്ത് അത് തുറന്ന് പരിശോധിച്ച് അതിൽ നിന്നും കണ്ടെത്തണമെന്നൊരാവശ്യമാണ് വരുന്നത്. സ്വാഭാവികമായും അതല്ലെങ്കിൽ അത് പിന്നീടും ഇതൊരു വലിയ തോതിലുള്ള ചർച്ചാ വിഷയമാവും. അതല്ലെങ്കിൽ ഈ പള്ളി കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ തോതിലുള്ള ഒരു മോശമായ രീതിയിലേക്ക് പോകും. കാരണം ഇത് തലശ്ശേരി അതിരൂപതയുടെ കീഴിലുള്ള വളരെ ഉന്നതമായ നിൽക്കുന്ന ഒരു പള്ളിയാണ്. അത്രത്തോളം ഇടവക ആളുകളെല്ലാം നല്ല സൗഹൃദാന്തരീക്ഷത്തിലും നല്ല രീതിയിലും പോകുന്ന ഒരു പള്ളിയാണ്. ആ പള്ളിക്ക് കളങ്കം ഉണ്ടാക്കുന്ന രീതിയിലാണ് ഈ ഒരു കാര്യങ്ങളുള്ളത്. അതിലൊരു വ്യക്തത വരുത്തണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഏതായാലും നാളത്തെ യോഗം പ്രധാനപ്പെട്ടതാണ്. ആ യോഗത്തിൽ ഒരു തീരുമാനമെടുക്കും. അതിനുശേഷം പോലീസിന് പരാതി നൽകും. ഇനിയിപ്പോൾ പോലീസിന് പരാതി നൽകി FIR ഇട്ടാൽ മാത്രമേ ഇനി തുടർ അന്വേഷണം ഉള്ളൂ എന്നാണ് പോലീസ് പറയുന്നത്. അതല്ലാതെ ഇന്ന് ഫോറൻസിക് പരിശോധന ഉണ്ടാകുമെന്നൊക്കെ ആയിരുന്നു നേരത്തെ നമുക്ക് കിട്ടിയ വിവരം. പക്ഷേ ഇതൊന്നും പോലീസിന്റെ ഭാഗത്തൊന്നും കൃത്യമായ വ്യക്തമായ ഒരു ഉത്തരവൊന്നും അവർ നൽകുന്നില്ല. ഇതിൽ എന്തൊക്കെയോ ഒരു ഒളിച്ചുകളി പോലീസിന്റെ ഭാഗത്ത് ഉണ്ടോ എന്ന് സംശയിച്ചാൽ തെറ്റില്ല. അത് ഈ പള്ളി വികാരിയായാലും ഇടവക അംഗങ്ങളോടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് അത്തരത്തിലൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഏതായാലും പോലീസ് ഇതിൽ കൃത്യമായ ഒരു ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇനി പരാതി ഇല്ലെങ്കിൽ പരാതി നിർബന്ധപൂർവ്വം എഴുതി വാങ്ങാൻ വേണ്ട ഒരു പോലീസ് സംവിധാനമാണ് ഇപ്പോൾ. ഇതിൽ പരാതി കിട്ടിയാൽ അന്വേഷിക്കാം എന്ന രീതിയിലൊക്കെ വളരെ അഴകുഴമ്പൻ സമീപനവുമായി മുന്നോട്ട് പോകുന്നത്. ഇതിൽ കൃത്യമായി അങ്ങനെ ആരെങ്കിലും കാണാതായിട്ടുണ്ടെങ്കിൽ അയാളുടെ മൃതദേഹമാണ് ഇതെങ്കിൽ അത് കണ്ടെത്തേണ്ടതുണ്ട്. എന്താണ് അയാൾക്ക് സംഭവിച്ചെന്നൊക്കെ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഇതെല്ലാം തിങ്കളാഴ്ചയോടുകൂടി ഇതിനൊരു തീരുമാനമാവുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, KV ബൈജു ആയിരുന്നു വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.